വിശദാംശങ്ങളിലേക്ക് പോകാം. അങ്കമാലിയിൽ വീട്ടിൽ തീപിടുത്തം, 4 പേർക്ക് ദാരുണാന്ത്യം. ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി എബി തോമസ് ചേരുകയാണ്. എബി, എങ്ങനെ മരണം സംഭവിച്ചു എന്നാണ്? ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് പോലീസ് പറയുമ്പോൾ മറ്റെന്താണ് ദുരൂഹത? ഫിജി, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോറൻസിക്കിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോറൻസിക് പരിശോധന പൂർത്തിയായി അതിന്റെ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രം ഈ മരണം അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം 5 മണിയോട് കൂടിയാണ് ഇത് എന്തായാലും പുറത്തുള്ള ആളുകൾ അറിയുന്നത് എന്നുള്ളതാണ്. ഈ വാതിലകത്ത് നിന്ന് കുറ്റിയിട്ടിരുന്ന ഒരു നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവർക്ക് ഒരു തരത്തിലും പ്രതികരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ എ സിയിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്നായിരുന്നു പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം പോലീസ് വിശദമായി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇത് ഷോർട്ട് സർക്യൂട്ടിൻ്റെതായിട്ടുള്ള സൂചനകളും കാണുന്നില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോറൻസിക് പരിശോധനയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോറൻസിക് പരിശോധന അനിവാര്യമായി വരികയും ഫോറൻസിക് ഉദ്യോഗസ്ഥർ എന്തായാലും രാവിലെ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ തേടുന്ന നില തന്നെയാണ്. നേരത്തെയും ഇയാൾക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബാധ്യതകൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായി ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ധാരണകളൊന്നും തന്നെയില്ല. വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കുടുംബം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് അല്ല ഇതിന് കാരണമെന്ന് കണ്ടെത്തിയ നിലയിൽ ബാക്കി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, പിടിച്ചതാണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടത് ആവശ്യമാണ്. ആലുവ റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ശരി എബി. അങ്കമാലിയിൽ 4 പേർക്ക്, ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം.